വിനിമയം നടത്തി ജനമനസ്സ് തിരിച്ചറിഞ്ഞ് ഉചിതമായ തീരുമാനമെടുക്കുക എന്നുള്ളൊരു സതുദ്ദേശത്തോടു കൂടിയാണ്. അങ്ങനെ നല്ല തീരുമാനം വരട്ടെ എന്നാണ് നമ്മുടെ എല്ലാം പ്രത്യാശ. ഘടകകക്ഷികൾ പരസ്യമായി പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ NK പ്രേമേന്ദ്രൻ സംസാരിച്ചു. വൈകിട്ട് ഷിബു ബേബി ജോൺ പറഞ്ഞത് നാട്ടുഭാഷയിൽ പറയാൻ അറിയാത്തതുകൊണ്ടല്ല, പക്ഷേ തൽക്കാലം നാളെ കാണണ്ടല്ലോ എന്ന് വിചാരിച്ച് ഉണ്ടായിരിക്കുന്നതാണെന്ന് പറഞ്ഞു. ലീഗും വലിയ അസംതൃപ്തിയിലാണ്. ഘടകകക്ഷികൾ തന്നെ പരസ്യമായി പ്രതിഷേധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അല്ല, അതൊക്കെ നമുക്കറിയാം, നാച്ചുറലാണല്ലോ. എത്രയും പെട്ടെന്നൊരു ഗവൺമെൻറ് വരിക, തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോവുക, അത് എല്ലാവരുടെയും താല്പര്യമാണ്. കോൺഗ്രസിൻ്റെയും ഘടകകക്ഷികളുടെയും UDFിൻ്റെ ആകെ താല്പര്യം അതാണല്ലോ. അതിൻ്റെ ആത്മാർത്ഥത കൊണ്ടുള്ള പ്രതികരണങ്ങളെന്നല്ലാതെ തികച്ചും സതുദ്ദേശപരമായ പ്രതികരണങ്ങൾ മാത്രമാണ് അതൊക്കെ. അതൊന്നും നല്ലതിനുള്ള പ്രതികരണം നല്ലത് രീതിയിൽ മുന്നോട്ട് പോട്ടെ. ഏതായാലും കോൺഗ്രസ് നേതൃത്വം ഉചിതമായ തീരുമാനം എടുക്കട്ടെ എന്ന്. വലിയ വിജയത്തിന്റെ ഇല്ല, അങ്ങനെ സംഭവിക്കുന്നില്ല. കാരണം എത്രയും പെട്ടെന്ന് വരുമല്ലോ. എത്രയും അതൊക്കെ പലപ്പോഴും പല സ്റ്റേറ്റുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അതൊന്നൊരു പുതുമയുള്ള കാര്യമല്ല. ഏതായാലും തീരുമാനം നേരത്തെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ആ വലിയ വിജയത്തിന് ശോഭ കിട്ടുപോയില്ലേ? ശോഭ അങ്ങനെയല്ല, ചെറിയൊരു പ്രയാസം ആളുകൾക്കുണ്ട്, ജനങ്ങൾക്ക് നല്ല പ്രയാസമുണ്ട്, അതൊരു വസ്തുതയാണ്. പക്ഷേ ഗവൺമെൻറ് ഫോം ചെയ്ത് അതിൻ്റേതായ രീതിയിലുള്ള നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം എന്തെല്ലാം പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ പരിഹാരമായി ജനമനസ്സറിഞ്ഞുള്ള നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്, എല്ലാവരും വിശ്വസിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.